ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം ഉയർത്തപ്പെടുകയോ ദിക്ർ ചൊല്ലപ്പെടുകയോ അള്ളാഹുവിന്റെ നാമം ഉയർത്തപ്പെടുകയോ ചെയ്യാൻ തടസ്സം നിൽക്കുകയും അള്ളാഹുവിന്റെ പള്ളികളെ മലിനപ്പെടുത്താനും ആരെല്ലാം പരിശ്രമിക്കുന്നുവോ അവരെക്കാളും വലിയ കർമ്മകാരികളില്ലല്ലോ. ആ പള്ളികളിലേക്ക് അക്രമകാരികൾ പ്രവേശിക്കുന്നത് വളരെ പേടിച്ചുകൊണ്ടല്ലാതെ അവരതിന്റെ അകത്തേക്ക് കടക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് ദുനിയാവിൽ നാണവും നാണക്കേടും അല്ലാഹു നൽകും. നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷയും വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളായ ആളുകളുടെ പള്ളികൾ ധ്വംസനം ചെയ്യുന്ന ആളുകൾക്കുള്ള താക്കീത് പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയാണ്. യാ അല്ലാഹ്, കള്ളസാക്ഷി പറയുന്ന വിഷയം വരുന്നുണ്ട്. മൻ ഹലഫ സബ്റൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഞാൻ മൂന്നാളുകൾക്ക് എതിരെ നിൽക്കുന്ന ആളാണ്. മൂന്നാളുകൾ എന്റെ പ്രതിപക്ഷമാണ്. മൂന്നാളുകൾ എന്റെ പ്രതിയോഗികളാണ്. ഞാൻ ഇപ്പുറത്താണ് നിൽക്കുന്നത്. റജുലുൻ ഉഅ്തിയ ബി അഹദൻ സുമ്മ ഗദറ. അല്ലാഹുവിന്റെ പേര് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വെച്ച് ആ മഹത്വം മാനിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു കരാർ നൽകപ്പെടുകയും ആ കരാറിൽ വഞ്ചിക്കുകയും ചെയ്ത ആളുകൾ. ദീനി സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അത് അള്ളാഹുവിനെ വെച്ചിട്ടാകും അല്ലെ. ഇത്രയും കുട്ടികൾ ഇവിടെ കുട്ടികളോ അല്ലെങ്കിൽ ഇവിടെ കഷ്ടപ്പാടുള്ള മക്കളാണോ ആൺകുട്ടികളോ പെൺകുട്ടികളോ പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, അവർക്ക് എത്രയാ ഭക്ഷണത്തിന്റെ ചെലവ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വളരെ അള്ളാഹുവിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക കൊടുക്കുന്നതാണ്. ഇതൊക്കെ അതിന്റെ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഇവർക്കൊക്കെ നാളെ ചോദ്യമുണ്ട്. പൈസ എല്ലാവരും കൊടുക്കൂലേ? മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്കതിൽ കൂലിട്ടു. നമ്മളൊരാളെ വഞ്ചിച്ചെന്ന് വിചാരിക്കുക, നമുക്കതിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ കൊടുത്തതിന് കൂലി അള്ളാഹു തരും. പക്ഷേ ഇത് കയ്യിലേക്ക് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണം, അതതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. പിന്നെ വറജുലുൻ ഹലഫ അലാ യമീനിൻ സബ്റ, വല്ലാഹി എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞ ഒരാൾ സത്യം ചെയ്തു അള്ളാഹുവിന്റെ നാമം വെച്ച്. മുഅ്മിനീങ്ങളെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറബികളുടെ കൂടെ നടന്നിട്ട് നമ്മൾ ചിലപ്പോൾ വല്ലാഹിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയാൻ നിൽക്കണ്ട. നമുക്കും അറബികൾക്കും നിയമം രണ്ടാണെന്ന് വ്യക്തമാക്കി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും. നിങ്ങൾ പിഴച്ചിട്ട് ഉദ്ദേശിക്കാതെ നിങ്ങൾ വല്ലാഹി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് കുഴപ്പമില്ലട്ടോ. പക്ഷേ അലാമാ തഅമ്മത്തും, നിങ്ങൾ മനഃപൂർവ്വം അത് പറഞ്ഞുണ്ടാക്കിയാൽ ഇല്ലാത്ത കാര്യം സ്ഥാപിക്കാൻ വല്ലാഹി എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ കുറ്റമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ വല്ലാഹി എന്ന് പിഴച്ചിട്ട് പറയും. എന്തിനു വല്ലാഹി എന്ന് പറയും? പഠിച്ചോനെ, എന്തിനു വല്ലാഹി? അത് അറബികൾ പറയും. അറബ് ഭാഷ മാതൃഭാഷയുള്ള ആളുകൾ അങ്ങനെ പറയും. അത് മുസ്ലിമായ അറബിയും പറയും, ക്രിസ്ത്യനായ അറബിയും പറയും വല്ലാഹി. ഓർക്കും ക്രിസ്ത്യാനികൾക്കും ഒരു കർത്താവിനെ ഒരു വിളിക്കുന്ന അറബിയിലെ പേര് അള്ളാഹു എന്നാണ്. ക്രിസ്ത്യൻ ബൈബിളുകളിൽ അറബ് ബൈബിളുകളിൽ കിടക്കുന്ന അള്ളാഹു എന്നാ പറയാ. നമ്മൾ മലയാളത്തിൽ കർത്താവ് എന്ന് പറയണ്ട. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം ചെയ്ത ആള് അല്ലേ? ഖാലിഖായ കുറച്ചെന്ന വാക്കിനർത്ഥം. പക്ഷെ അവർ അള്ളാഹു എന്നാ പറയാം. വല്ലാഹി എന്ന് അവരും പറയും. പക്ഷെ നമ്മളത് കേട്ടിട്ട് എന്ത് ചെയ്യണ്ട? പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഒരു നുണയായ വിഷയം സ്ഥാപിക്കാൻ അള്ളാഹുവിന്റെ നാമം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അതിനെ സംബന്ധിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട്. അത് മാത്രമല്ല, മുസ്ലിമായ ഒരു മനുഷ്യന്റെ സമ്പത്ത് പിടിച്ചടക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ സത്യം ചെയ്താൽ ആധാരം ഒപ്പിടിക്കുക, ഫോർജ് ചെയ്തിട്ട് രേഖകൾ ഉണ്ടാക്കുക, ഫ്രോഡായിട്ട് ഡോക്യുമെന്റ്സുകൾ ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരാളുടെ സമ്പത്ത് പിടിച്ച് എത്ര ആളുകൾ സ്ഥലം വാങ്ങി വിട്ടുപോയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. എത്ര അങ്ങക്ക് എന്നിലേറെ നിങ്ങളുടെ കയ്യിലുണ്ടാവും കഥകൾ. എല്ലാ പൈസ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, അതിനപ്പുറം കൊടുത്തു, എല്ലാ രേഖകളും കൊടുത്തു, അവസാനം സൈൻ ചെയ്ത് വാങ്ങാനേ ഉള്ളൂ. സർവ്വ പൈസയും വിൽക്കാനുള്ള ആൾ കൈപ്പറ്റി നോക്കുമ്പോ യാ അല്ലാഹ്, ഈ സ്ഥലത്തിന്റെ പേര് കേസുണ്ട്, ഇതിന്റെ അവകാശികളുണ്ട്, ഇത് വിൽക്കാൻ പറ്റാത്ത സ്ഥലമാണ്, എന്നാ പൈസ വാങ്ങിച്ചു പോയ മനുഷ്യന് തരുമോ? സ്വന്തം ഹക്കാണ്. അത് അയാളെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ നൂറ്റാണ്ടുകളോളം പിന്നാലെ നടക്കേണ്ടി വരും. കൊടുക്കൂല. ഇത് ദുൽമാണ്.
ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവരുടെ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെന്ന് ഖിയാമത്ത് നാളിൽ ഞാൻ അവർക്കെതിരാണ്. അന ഖസ്മും, അവരിൽ നിന്ന് അവർ ചെയ്ത ദുൽമിന് ഞാൻ അവരെതിരാണ്. അവരാരൊക്കെ പറ്റിച്ചോ ഞാൻ അവരോടൊപ്പമാണ്. ഇവർക്ക് ഞാനെതിരാ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എതിര് നിന്നാൽ ലാ യുഫ്ലിഹു അബദ, പിന്നെ അവർ ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ ഒരു നിലക്കും പറ്റൂല, ഒരു നിലക്കും അത് യോജിക്കാൻ പറ്റില്ല. അല്ലാഹു തആല അംഗീകരിക്കും. ഒരു മനുഷ്യനും അംഗീകരിക്കുന്നില്ലല്ലോ, പിന്നെന്താ? റബ്ബത് പാടില്ല എന്ന് പറഞ്ഞതാ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം തന്നെ വേണം അവസാനിപ്പിക്കുക. 2 ഹദീസ് കൂടെ ഞാൻ പറയാണ്. ഏത് സദസ്സും, ഇത് നമ്മൾ ഇവിടെ കുറേ കമ്മിറ്റിക്കാരുണ്ടാവും, പല സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എന്ത് മീറ്റിംഗ് കൂടിയാലും അതിനൊക്കെ ബാധകമാകുന്ന ഒരു ഹദീസായി പറയുന്നത്, മാ ഖഅദ ഖൗമുൻ മഖഅദൻ ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹി വയുസല്ലു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, സഹീഹായ ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചു, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ സഹീഹ് ഉദ്ധരിച്ചു, ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചു. അലാ ശർത്തുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിന്റെ ഷർത്ത് അനുസരിച്ച് വന്ന ഹദീസ്. ഏതൊരു സമൂഹവും ഒരു സദസ്സിൽ ഇരിക്കുകയും ലം യദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാതെയും വയസല്ലു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെയും ഒരു സദസ്സ് പിരിഞ്ഞാൽ കാന അലൈഹിം ഹസ്റതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവർക്കത് സങ്കടത്തിന് കാരണമാകും. വഇൻ ദഖലുൽ ജന്നത ലിസ്സവാബ്, അവർക്ക് പ്രതിഫലം കിട്ടി സ്വർഗത്തിലേക്ക് കടന്നാൽ പോലും പരലോകത്ത് സ്വർഗം കിട്ടുന്നതിന് മുമ്പ് അവർ സങ്കടപ്പെട്ട് കരയേണ്ടി വരും. യാ അല്ലാഹ്, എത്രയോ സ്വർഗത്ത് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു മീറ്റിംഗ് കൂടി അവിടെ ഒരു സ്വലാത്തോ ഒരു ദിക്റോ ചൊല്ലി, ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ മർഹൂം, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തത് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഏത് മുസ്ലിം ലീഗിന്റെ ഇതാണ്, യൂത്ത് ലീഗിന്റേതാണോ, ഏത് രാഷ്ട്രീയ ചർച്ചയാട്ടെ, തങ്ങൾ അവിടെ ഉണ്ടോ അൽ ഫാത്തിഹ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ഫാത്തിഹ ദുആയിരക്കും ദുആ എന്ന് പറഞ്ഞതിന് സ്വലാത്ത് വരൂലേ? അള്ളാഹുവിനെ പറ്റി ഓർമ്മ വന്നില്ലേ? ഇനി നിങ്ങൾ രാഷ്ട്രീയ മണ്ഡലം ആർക്കാ കൊടുക്കേണ്ടി വേണ്ട, ആരാ സ്ഥാനാർത്ഥിനൊക്കെ ചർച്ച ചെയ്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഓർത്തില്ലേ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഓർക്കണം, ഏത് സദസ്സായി നിങ്ങൾ ഒരു ബിസിനസ് മീറ്റിംഗ് കൂടാണ്, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനും റസൂലിനെയും ഓർക്കണം. ഈ ഹദീസ് കൊണ്ടാണ് നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോഴേക്കും, ഒരു ഭക്ഷണം കഴിച്ചൊരുമിച്ച്, എന്നാൽ ഉസ്താദുമാർ അൽ ഫാത്തിഹ, ഇതൊക്കെ പിടിക്കാത്ത മനുഷ്യന്മാരില്ലേ, കളിയാക്കുന്നവരില്ലേ? എന്താണ് അൽ ഫാത്തിഹ? ഖുർആനല്ലേ ഇവർ പറയും. യുക്തിവാദിയായി ചോദിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമല്ല, യുക്തിവാദിയാണ് ഈ ചോദിക്കുന്നതെങ്കിൽ പ്രശ്നമല്ല, മുസ്ലിമാണ് ഈ ചോദിക്കുന്നത്. അള്ളാന്റെ കലാം ഓതാൻ എന്താ അവിടെ പ്രയാസം? ഒരു സദസ്സിൽ ഫാത്തിഹ ഓതി ദുആയിരക്കുമ്പോൾ ഇവനെന്താ കൈയുയർത്താൻ മടി? ഞാനങ്ങ് എന്റെ കൂടെ രാമിയും കൂടെ കിട്ടിയ ഇവർക്കൊക്കെ ഉത്തരം കിട്ടുന്നതാണോ പേടി? എന്താണ് കൈയുയർത്താതിന്റെ ലക്ഷ്യം? എന്താ കൈയുയർത്തിയ ഇസ്ലാം എന്ന് പുറത്തു പോവോ? ആരാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത്? എന്ത് ദീനാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ നാമം പറയണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. അത് ചൊല്ലാതിരുന്നാൽ ആ സദസ്സ് സങ്കടമാണ്. അത് നിക്കാഹിന്റെ സദസ്സോ, നീ ഫാത്തിഹ ചൊല്ലിക്കോ, നീ ഖുർആൻ ഓതവിടെ. ഫാത്തിഹയും ഇഖ്ലാസും എന്തൊരു കൂലുള്ള സൂറത്തുകൾ, അതൊക്കെ അറിയോ? സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, എന്താണ് അതിന്റെയൊക്കെ പ്രതിഫലം? അതിന്റെ തഫ്സീർ പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ഇത് ഓതുമ്പോ ചിലർക്ക് ഒരു മുഷിമുഷി, അവിടെ ഉണ്ടാവും ഒരു ഫാത്തിഹ. ഇന്നൽ മർഅ ലയതകല്ലമു ബിൽ കലിമ, ചില ആളുകൾ ചില വാക്കുകൾ ഇങ്ങനെ പറയും, ലാ യുൽഖി ലഹാ ബാല, അതിന് മൈൻഡ് പോലും അവർ ചെയ്യൂല. ഈ പറഞ്ഞ വാക്ക് മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്കുകൾ പറയും. യഖിറു ബിഹാ 70 ഖരീഫൻ ഫിന്നാർ, നരകത്തിൽ 70ഓളം വർഷം അവൻ ആണ്ടുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയുന്നവരൊന്ന് ശ്രദ്ധിച്ചേക്കണം. അള്ളാന്റെ കലാമല്ലേ ഇത്? ഹദീസ്, ഈ ഹദീസിന്റെ അടിസ്ഥാനം ഇതിനൊക്കെ നമുക്ക് തെളിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോ നേരത്ത് എന്തിനാ അവിടെ ഫാത്തിഹന്റെ തെളിവുണ്ടോ? രാഷ്ട്രീയ ചർച്ച നടക്കുന്നത്, അതിന് ഫാത്തിഹ വല്ല തെളിവുണ്ടോ? ഇതൊക്കെ എന്റെ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ ഖഅദ ഖൗമുൻ മഖഅദൻ, നിങ്ങൾ എവിടെ ഇരുന്നാലും ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല, അവിടെ അല്ലാഹനെ ഓർത്തേക്ക്. ഖുർആൻ അല്ലാഹനെ ഓർക്കലല്ലേ? വലം വയസല്ലു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്തും ചൊല്ലണം. എങ്കിൽ നാളെ സങ്കടപ്പെടേണ്ടി വരില്ല. ഇല്ലെങ്കിൽ ആ ഇരുന്ന നേരത്തെക്കുറിച്ച്, ആ സദസ്സിനെ കുറിച്ച്, ആ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. നിങ്ങൾ ഉസ്താദുമാരെ വിളിക്കണമെന്നല്ലേ, നിങ്ങൾ ഒറ്റക്കണ ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ മീറ്റിംഗ് തുടങ്ങിക്കോ, ഒരു സ്വലാത്തും ചൊല്ലിക്കോ, അവസാനിക്കുമ്പോഴും ചൊല്ലിക്കോ സ്വലാത്ത് മതി. നിങ്ങൾ രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ് ചർച്ച ചെയ്യാൻ, നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സുമായുള്ള മീറ്റിംഗ് എന്തായിക്കോട്ടെ, അള്ളാഹുവിനെയും റസൂലിനെയും മുസ്ലിമീങ്ങളാണോ ഇത് ചെയ്യണം? മുസ്ലിമീങ്ങളാണോ ഇത് ചെയ്യണം?
ഇതിൽ വേറെ ഒരു സെഗ്രിഗേഷനോ ഒരു സംഘടന വർത്താനല്ല ഈ പറയുന്നത്. നമ്മൾക്ക് ദീനാണ് നമ്മൾ ഈ പറയുന്നത്. അതിനെ കളിയാക്കരുത്. കളിയാക്കുന്ന ആളുകൾ കളിയാക്കിയവരൊക്കെ തിരിച്ച് മുഅ്മിനീങ്ങൾ പരലോകത്തിനാ കളിയാക്കുക. ഇവിടെ ഒന്നും ആരും കളിയാക്കൂല. നിനക്കതൊക്കെ വിളിച്ചു പറയാൻ അവകാശം, നിനക്ക് നാവ് 28 പല്ലുണ്ട്, നീ വിളിച്ചു പറഞ്ഞോ. നിന്റെ ഹിസാബിലേക്ക് അത് വരുന്നത്. വിവരമില്ലാത്തത് പറയണ്ട. ആരെങ്കിലും കണ്ടത് പ്രസംഗിക്കുന്നത് നീ വിളിച്ചു പറയണ്ട. അത് ഹക്കാണോ ബാത്തിലാണോ എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? പഠിച്ച ആൾക്കാരാണോ ഈ പ്രസംഗിക്കുന്നത്? പഠിച്ച ആളുകളാണോ ജനങ്ങൾ ഫിത്ന വരുത്തുന്നത്? ഇവർക്ക് ഇൽമുണ്ടോ? ഇവർ എത്ര കിതാബോധി പഠിച്ച ആളുകളാണ്? ബുദ്ധിയുള്ള മനുഷ്യന്മാർ ബുദ്ധിയുള്ളവരാ. അത് ചിന്തിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായി പറഞ്ഞിരുന്നത്. ഏതെങ്കിലും ഏത് സദസ്സ് പിരിയാണെങ്കിലും എന്ത് പറയണം? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലോ ഒരു മഹല്ല് കമ്മിറ്റിയിലോ ഒരു സംഘടനയിലോ മെമ്പർമാരല്ലാത്ത ആൾക്കാരൊന്നും കൈപൊക്കി. ഈ 500 ആൾക്കാരിൽ നിങ്ങളാരും മെമ്പർമാരല്ല എന്നായിക്കോട്ടെ. അപ്പൊ നിങ്ങൾ മീറ്റിങ്ങിനൊന്നും വിളിക്കാറൊന്നുമില്ല, മീറ്റിങ്ങിനെ വിളിക്കാറുള്ളൂ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എല്ലാവരും ഇത് പഠിച്ചു വെക്കണേ. ഇത് അതിനപ്പ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ സുബ്ഹാനക ഒന്ന് ചൊല്ലിക്കോളൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഒരു സദസ്സ് പിരിയുമ്പോൾ ഇത് പറയണമെന്നാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ സദസ്സ് കൂടുമ്പോൾ അനാവശ്യമായ പല വർത്താനങ്ങളും പറഞ്ഞു പോകൂലേ? എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ, അതൊക്കെ പൊറുക്കപ്പെടാൻ ഈ ദിക്ർ കൊണ്ട് മതി. ഇനി ഒരു അനാവശ്യം പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ദീനാ പറഞ്ഞത്, എന്നാൽ തന്നെയും നിങ്ങൾക്കൊരു നന്മ വർദ്ധിക്കാൻ ഈ ദിക്ർ കാരണമാകും. ചൊല്ലിയേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. لو أن رجلا خر على وجهه من يوم ولد إلى يوم يموت حرما في طاعة الله عز وجل لحقره ذلك اليوم. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച. ഏതെങ്കിലും ഒരാൾ, ഇനി ഇതിനപ്പുറം പറയാനില്ല, ഏതെങ്കിലും ഒരാൾ തന്റെ ഉമ്മ തന്നെ പ്രസവിച്ച ആ ദിവസം മുതൽ മുഖം സുജൂദിൽ കിടത്തി, മുഖം സുജൂദിലായിട്ട് മരിക്കുന്നവരെ, പ്രായാധിക്യം ചെന്ന് മരിക്കുന്നത് വരെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മാത്രമായി അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് മാത്രം ഒരാൾ ജീവിച്ചാൽ പോലും ലഹഖറഹു ദാലികൽ യൗം, പടച്ചോനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എത്ര കുറച്ചല്ലേ ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ എന്ന് നാളെ അങ്ങനെയാ ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു ദിക്ർ ഒരു സ്വലാത്തിന്റെ സദസ്സിൽ പോയി, മാഷാ അല്ലാഹ് ഞാൻ കുറെ പണി ചെയ്യുന്നുണ്ട്, യാ അല്ലാഹ് ഞാൻ എന്തൊക്കെ ചെയ്തു. ഇതൊന്നുമല്ല. നാളെ അവസാനത്തെ ശ്വാസം വരെ അള്ളാഹുവിന്റെ ഇബാദത്തിൽ കടന്ന മനുഷ്യന്മാർ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ. ദുനിയാവിനെ ഒന്നുകൂടി പറഞ്ഞയച്ച് കുറെ കൂടെ ചെയ്യാമായിരുന്നല്ലോ എന്ന് നാളെ കൊതിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തെറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താ ഞാൻ പറയാ? അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളെല്ലാം തൗബയും പശ്ചാത്താപവും കൊണ്ട് റബ്ബ് നമ്മുടെ റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.